നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം യുവതിയെ ആലുവയിലെ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ദുബായിൽ വെച്ച് പീഡിപ്പിച്ചതായി യുവതി പറഞ്ഞ ദിവസങ്ങളിൽ താൻ കേരളത്തിലായിരുന്നു എന്നാണ് നിവിൻ പോളിയുടെ വാദം. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഈ നിവിൻ പോളിക്കെതിരായ ആരോപണങ്ങൾ, അതിൽ യുവതിയുടെ പ്രത്യേക മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ അന്വേഷണ സംഘം നടപടികളുമായി മുന്നോട്ട് പോവുക? തുളസി, ഇന്നോ നാളെയോ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏത് ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ സൗകര്യം എന്ന കാര്യം ചോദിച്ചിട്ടുമുണ്ട്. തൃശ്ശൂർ ഓഫീസിലേക്കടക്കം അവരോട് എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരാതിക്കാരി പറയുന്നത്. എന്നാൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ മാത്രമേ ആലോചിച്ച ശേഷം മാത്രമേ ഹാജരാകുന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്നാണ് പരാതിക്കാരി പറയുന്നത്. കഴിഞ്ഞ ദിവസം ആലുവ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പരാതിക്കാരിയെ വിളിച്ചു വരുത്ത് മൊഴിയെടുത്തിരുന്നു. പരാതിക്കാരിയെയും ഒപ്പം ഭർത്താവിനെയും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പകരം ഈ അവരുടെ സാമ്പത്തിക സ്രോതസ്സ്, അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ വിവരങ്ങളൊക്കെ തന്നെയാണ് അന്വേഷണ സംഘം ചോദിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ ഈ പരാതി പ്രകാരം കഴിഞ്ഞ വർഷം നവംബർ 1-നും ഡിസംബർ 15-നും ഇടയിലുള്ള കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് യുവതി പറയുന്നത്. ദുബായിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. നമ്മൾ റിപ്പോർട്ടർ ടിവിയോട് ഈ പരാതിക്കാരി സംസാരിച്ചപ്പോഴാണ് ഈ ഡിസംബർ 14, 15, 16 തീയതികളിലാണ് താൻ പീഡിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെ ഈ തീയതികളിൽ താൻ കേരളത്തിലാണ് ഉള്ളത് എന്നതിൻ്റെ ചില രേഖകൾ നിവിൻ പോളി ഹാജരാക്കിയിരുന്നു. മാത്രവുമല്ല, നിവിൻ പോളിയുടെ സുഹൃത്തുക്കളും നിവിൻ പോളി ആ സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് താൻ പറഞ്ഞ മാധ്യമങ്ങളോട് പറഞ്ഞ തീയതിയല്ല, യഥാർത്ഥ തീയതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരാതിക്കാരി രംഗത്തെത്തിയത്. എന്തായാലും വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ രഹസ്യമൊഴിയും പരാതിക്കാരിയുടെ രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ നിവിൻ പോളിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതിക്കാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും നിവിൻ പോളിയുടെ മൊഴിയെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവിൻ പോളി അർജുൻ മട്ടന്നൂർ എന്തായാലും നിവിൻ പോളിക്കെതിരായ പരാതിക്കാരിയുടെ വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തുക.